നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു എപ്പിസോഡിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. 3 തലമുറകളെ പ്രതിനിധാനം ചെയ്യുന്ന അനുഗ്രഹീത കലാകാരന്മാരാണ് JB ജംഗ്ഷന്റെ വേദിയിലെത്തുന്നത്. മലയാളത്തിൻ്റെ സ്വന്തം മുത്തച്ഛൻ, രാഷ്ട്രീയ പാരമ്പര്യവും കലാപാരമ്പര്യവും വിളങ്ങി നിൽക്കുന്ന പുല്ലേരി വാദ്യാർ ഇല്ലത്തെ കാരണവർ, അദ്ദേഹത്തിൻ്റെ മരുമകൻ, വാക്കും ശീലും ചേലും കൊണ്ട് മലയാള സംഗീതത്തെ പുഷ്ടിപ്പെടുത്തിയ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗൽഭ്യവുമുള്ള സംഗീതജ്ഞനായ മകൻ ദീപാങ്കുരൻ, ഈ 3 പേരെയും JB ജംഗ്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുത്തച്ഛ, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ കുടുംബവും മലയാളത്തിനും കേരളത്തിനും വേണ്ടപ്പെട്ടൊരു കുടുംബമാണ്. ഇത്തരത്തിലൊരു അഭിമുഖം നടത്താൻ കഴിഞ്ഞതായിരിക്കും ഒരുപക്ഷെ ഈ JB ജംഗ്ഷൻ്റെ ഇത്രയും കാലയളവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐശ്വര്യത്തിൻ്റെ ഒരു മുഹൂർത്തം. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയില്ലായിരിക്കും, എനിക്ക് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കുടുംബവുമായിട്ട് വലിയ അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ പഠിച്ചാണ്. പൈനൂർ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ 2ാമത്തെ ഭവനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഞങ്ങൾക്ക് മുമ്പിലുള്ള എത്രയോ തലമുറകൾക്ക് ആതിഥേയം നൽകിയിട്ടുള്ള ഒരു ഇല്ലമാണത്. ആ കുടുംബത്തിലെ 3 കണ്ണികളെ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ ഒരു അഭിമുഖം നടത്താൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെയും ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ പറയായിരുന്നു, മലയാളത്തിന് ഒരുപാട് സംഭാവന ചെയ്ത, സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും കലാപരമായിട്ടും സംഭാവന ചെയ്ത ഒരു കുടുംബത്തെയാണ് നമ്മളിവിടെ പ്രദാനം ചെയ്യുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് തന്നെ ഒരു കൗതുകമായിരിക്കും. എന്താ വെച്ചാൽ കുറച്ചും കൂടി മുമ്പ് അദ്ദേഹത്തിന് എനിക്കിവിടെ കിട്ടണമായിരുന്നു. പക്ഷെ എങ്കിലും ആരോഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല. പ്രശ്നവുമില്ല. നല്ല ചുമന്ന കുപ്പായൊക്കെ ഇട്ടിരിക്കുന്നേ. ചുവപ്പാണ് എപ്പോഴും. കമ്മ്യൂണിസ്റ്റാണല്ല. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അവതാരയിൽ എഴുതി, വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള വിശ്വാസി. ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യം ഇല്ലത്തിലുണ്ട്. അതിൻ്റെ നേർപ്രതീകമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഞാൻ ഒരാളെ കൊണ്ടുവരട്ടെ. മുത്തശ്ശനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഡോക്ടറാണ് ഞാൻ, അങ്ങനെ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ എപ്പോഴും അത്ഭുതപ്പെടുത്തിയതാണ് മുത്തശ്ശൻ്റെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത്. 93-ാം വയസ്സിലും ദൈവം സഹായിച്ച് ബുദ്ധിമുട്ടുകളില്ലാതെ പോകുന്നുണ്ട്. ഒരു ചിട്ടയായ ജീവിതചര്യയിൽ തന്നെയാണ് അത് പോയത്. അത് ബാക്കിയുള്ളവർക്കും കൂടി പങ്കുവെക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അത് പകർന്നു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അതിരാവിലെ എണീക്കും 5 മണിക്ക് തന്നെ, 4 മണിക്ക് കുറേ ശ്ലോകങ്ങളും വിഷ്ണു സഹസ്രനാമം, കനകധാരാസ്തവം, ഇങ്ങനെയുള്ളതായ ഇതൊക്കെ ജപിക്കും. ശരിക്കില്ല, ഞാൻ കാണിച്ചു തരാം. അത് തന്നെ അറിയില്ല. ബന്ധിച്ചോ? ഒരു 5 ഓങ്കാരം. ഓ അങ്ങനെ 5 ഓങ്കാരം. ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ, ഇത് 70-80 കഴിഞ്ഞ ആൾക്കാര് മുത്തച്ഛനെ പോലെ ഇങ്ങനെ കാലക്കോടി ഇതേമാതിരി ഇനിയിപ്പോൾ 1 മണിക്കൂർ ഇരിക്കും. 1 മണിക്കൂർ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് ഇരിക്കുന്നതിന്. ഇങ്ങനെ ഇരിക്കുന്നതാണ് സുഖം. അങ്ങനെയുണ്ട്. ഇവിടെ ഇരിക്കാൻ പറ്റുമോ? സംശയ പ്രയാസമാണ്. ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവനെയും പ്രയാസം. ഇവൻ ശീലിച്ചിട്ടില്ല. അതാണ്. ശീലിച്ചാൽ ശരിക്കാവും. കൈ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ അവിടുത്തെ വരെ പോകും. യോഗയുടെ കൈ ഇങ്ങനെ കുത്തിയിട്ട്. ഭക്ഷണമൊക്കെ എങ്ങനെ? ഭക്ഷണം രുചിക്കുറവൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഭക്ഷണം കഴിക്കും, ഊണും കഴിക്കും. ഊണ് തന്നെ. പക്ഷെ ചോറിന് ചെല്ലാം രുചിയില്ല. ഇപ്പോൾ
അത് ഡോക്ടറെ ഒരു തിരുമേനിക്ക് ഒരു വസ്തുവില്ല, ഒരു സൂക്കേടുമില്ല എന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞത് കുട്ടികളുടെ ശരീരത്തിന്റെ പ്രകൃതിയാണെന്ന്. അതിൻ്റെ ഇതൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഉറക്കില്ല, അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നല്ല, ഉറക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഒരാൾ വരുന്നു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നമ്മുടെ എല്ലാം ഒരു കാരണവരാണ്. അദ്ദേഹം സിനിമാ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുമൊക്കെ വളരെ പ്രസിദ്ധനാണെങ്കിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അടിയുറച്ച ഒരു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് AKG EMS ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അവരുടെ മനയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതിലും മറ്റും അദ്ദേഹം വളരെയധികം ഇടപെട്ട കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിന് അദ്ദേഹം എന്നും മലയാളികളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. എല്ലാ കാലത്തും ഊഷ്മളമായൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും അഭയമായിരുന്നു. നോക്കിതാ നോക്ക്, AKGയുടെ കൂടെയുള്ള ഒരു ചിത്രമാണ്. AKG എൻ്റെ മക്കളാണ്. ദാമോദരൻ്റെ ഭാര്യയാണത്. ഈ ബാക്ക് AKG ഒരു പ്രാവശ്യം രാത്രി ഇല്ലത്തേക്ക് വന്നു. ആടെ അടുത്തുള്ളതായ ഒരു സ്കൂളുണ്ട്, നമ്മളെ തന്നെ സ്കൂളാണ്, എനിക്കറിയാം. ആ സ്കൂളിലേക്ക് വന്നു. അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഒരു ഭാഷയുണ്ടായിരുന്നു എന്നുള്ളതാണ്, പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നങ്ങ് പറഞ്ഞു തന്നോളൂ. ഞാൻ പറഞ്ഞു ആരാണ് ഇത് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. അതെ, എൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നു, കേശവട്ടൻ. അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെയൊക്കെയാണ്. AKGയുടെ കത്തുകളിലൊക്കെ ഉണ്ണി ഉണ്ണി AKGയുടെ കത്തുണ്ട്, പ്രിയപ്പെട്ട മൈ ഡിയർ ഡിയർ ഉണ്ണി. ആ ഡിയറിൻ്റെ ഒരു ഡിയറിൻ്റെ എനിക്ക് വരിയിട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയാൽ താമസിക്കുന്നതോടെ അവിടെയാണ്, തിരുവനന്തപുരത്ത്. AKG ഇരിക്കുകയാണ് താമസക്കാർ പതിവ്. അന്ന് തീണ്ട ജാതിക്കാരും മറ്റുള്ള മതക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ സ്വന്തം ഇല്ലത്ത് പിന്നെ ഇല്ലത്തിൻ്റെ മുകളിലൊക്കെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയും മാത്രമല്ല അവർക്ക് തേവാരം പോലെ ആണ് അവരെ സംരക്ഷിച്ചത്, ഈ ദൈവത്തെ പോലെ. അത് മാത്രമല്ല അവർക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അന്ന് ഞങ്ങളെയൊന്നും ഇല്ലത്തിന് അകത്തൊന്നും ബാത്റൂമോ അങ്ങനെയുള്ള സംഭവങ്ങളില്ല. അപ്പോൾ അവരെ ആരും അറിയാതെ കുളിപ്പിക്കുന്ന പരിപാടി, അതുപോലെ അവരുടെ ഈ വിസർജനം പോലും ഈ പാവം ചട്ടിയിലാക്കിയിട്ട് AKGയുടെ മുമ്പ് നിന്ന് അദ്ദേഹത്തിൻ്റെ വിസർജനം കൊണ്ടുവന്ന് കാണുമ്പോൾ AKG പറയണം, നിന്നോടൊക്കെ ഇനി എങ്ങനെയാണ് ഞങ്ങൾ ഇതിനൊക്കെ പ്രതിവിധി ചെയ്യുക നിനക്ക്. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല, പാർട്ടിയാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ വലിയൊരു മഹത്തായിട്ടുള്ള ഒരു ഏടുകളാണ്. അതാണ് എൻ്റെ അങ്ങനെ ഒന്നൊരാളെ കാണാൻ സാധിക്കില്ല. ഒരു ദൈവല്ലേ ഇത്, ജനങ്ങളുടെ ദൈവല്ലേ. മുത്തശ്ശ, അതായത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുതൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആൾക്കാർ വരെ എല്ലാ ആൾക്കാരും ഒരുപക്ഷെ ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ കയറി അനുഗ്രഹം മേടിക്കുന്ന ഒരു ഭവനം. AV കുഞ്ഞമ്പൂ, VV കുഞ്ഞമ്പൂ, നയനാര്, കേരളീയൻ, KP സുബ്രഹ്മണ്യൻ തിരുവമ്പ്, സുബ്രഹ്മണ്യൻ സേനായി, പിണറായി വിജയൻ. അദ്ദേഹം തൊഴിലാളികൾക്ക് മുഴുവൻ തന്നെ വീട്. അതങ്ങ് കേൾക്കുന്ന ആ സമയത്ത് എനക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ആളല്ലേ ഇന്നില്ല എനക്കാന്ന് മറ്റൊന്നുമല്ല. അദ്ദേഹം എൻ്റെ ആളൊന്നും മാത്രമൊന്നും ആവുന്നില്ല, എത്രയോ ജനങ്ങളുടെ ആളുകളാണ്. ആര്? പിണറായി വിജയൻ. ഇത്ര ഇല്ലത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ എൻ്റെ പിറന്നാളിനൊക്കെ ക്ഷണിക്കും അദ്ദേഹത്തിനാണ്. വരാണ്ടിരിക്കില്ല, വേറെ 3-4 ആളുണ്ടാവും. ഒരാളെ ഞാൻ കൊണ്ടുവരാം ഇപ്പം. നമസ്കാരം, സുഖമല്ലേ? കൈരളിയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല.
സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് താങ്കൾ സിനിമയിലേക്ക് വന്നത് വളരെ വൈകിയാണ്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ താങ്കൾക്ക് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്നോട് ബ്രിട്ടാസ് ഒരു ചോദ്യം ചോദിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. പലപ്പോഴും എന്നെ ആളുകൾ കളിയാക്കി ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. എന്താണ് ഈ യൗവനത്തിൻ്റെ രഹസ്യം? ചോദിക്കുന്നത് ആര്? പിന്നെ ഇദ്ദേഹത്തിന് ഇടയ്ക്ക് ഞാൻ കണ്ടു എന്ന് വിചാരിച്ചാൽ അപ്പോൾ അദ്ദേഹം പറയും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പാട്ടൊന്നും ചെല്ലണമെന്ന്. അതെനിക്കറിയാം. മദീമാൻ മുഹമ്മദ് അബ്ദുറഹീമാൻ കേരള മുസ്ലിങ്ങളിൽ കേളി കേട്ടതായ ധീമാൻ മാന്യൻ മദീമാൻ മുഹമ്മദ് അബ്ദുറഹീമാൻ അല്ലമീൻ പത്രത്തിൻ്റെ ചൊല്ലേറും പത്രാധിപർ മാന്യൻ മദീമാൻ മുഹമ്മദ് അബ്ദുറഹീമാൻ. അതായത് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് രാപ്പകൽ എന്നുള്ള സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ. അതിനുശേഷം അവസാനം മുത്തച്ഛൻ പോയിട്ട് മമ്മൂക്കയോട് പറഞ്ഞു ഒരു ഓട്ടോഗ്രാഫിൽ എന്ത് എഴുതി തരണമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എന്തെഴുതും. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂരി എഴുതി വെച്ചിട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇക്കുറി ഞാൻ ഇങ്ങനെ JB ജംഗ്ഷനിൽ മുത്തച്ഛനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പഴയ ഓർമ്മകളെല്ലാം എൻ്റെ അടുത്ത് ടെലിഫോണിൽ പറഞ്ഞു. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ഷോയിലൊന്നും വന്ന് അദ്ദേഹം സംസാരിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിന് താങ്കളോടുള്ള വലിയ സ്നേഹവും ബഹുമാനവും കാരണമാണ് വന്ന് ഈ ഷോയിൽ വന്ന് പറഞ്ഞത്. ഞാൻ ഒരാളെ കൊണ്ടുവരാം. ഓക്കെ. എൻ്റെ ഓർമ്മ ഒരുപാട് പുറകിലേക്ക് പോവുകയാണ്. ഒരു 10, 25, 28 വർഷം മുൻപ് വരെ കൈതപ്രം ഒരുപക്ഷെ സിനിമയിൽ എഴുതുന്നതിന് മുമ്പ് ആകാശവാണിയിലെ ലളിതഗാനങ്ങൾ എഴുതുന്ന സമയം മുതൽ തിരുവനന്തപുരത്തെ ഒരു എടപ്പഴഞ്ഞിയിലുള്ള ഒരു അമ്പലത്തിൽ അദ്ദേഹം ശാന്തി ചെയ്യുന്ന മുതൽ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം. ഈ നന്മ എഴുതിയിരിക്കുന്ന ഈ നന്മയെക്കുറിച്ചുള്ള മനുഷ്യകഥാനുഗായിയായിട്ടുള്ള ഗാനങ്ങളും കവിതകളും ഒക്കെ എഴുതിയിരിക്കുന്ന ഈ ഗാനരചയിതാവും കവിയുമൊക്കെ ഈ നന്മയിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നുള്ളതാണ്. അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രൻ ദീപുവിൻ്റെ ഗാനവും പാടുവാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു യാതൊരു കൽമഷവും ഇല്ലാതെ കലയ്ക്ക് വേണ്ടിയിട്ടും സംഗീതത്തിന് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ സമീപിക്കുന്ന കലാകാരനാണ് ദീപു എന്ന് പറയുന്നതും ഈ ഒരു വേദിയിൽ ഇവർ രണ്ടുപേരെയും ഇവിടെ കാണുവാൻ സാധിക്കുന്നതിലും എനിക്ക് അങ്ങേയറ്റം സന്തോഷവും കൃതജ്ഞതയുമുണ്ട്. മരുമോനെ കുറിച്ചാണ് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മകളാ ഇവൻ ഞാൻ കൊടുത്തത്. ഇത്ര സന്തോഷമാവാന്ന് കണക്കൊന്നുമില്ല എനിക്ക്. ദാമോദരൻ്റെ സഹായമാണ് ഈ ഇരിക്കുന്നതൊക്കെ തന്നെ. ഞാനിപ്പം മുത്തച്ഛനെ വിട്ടിട്ട് പയ്യെ അടുത്ത ആളിലേക്ക് പ്രവേശിക്കുക. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രത്തോളം നിറഞ്ഞ എന്താ പറയുക സന്തോഷവും അനുഭൂതിയും പ്രദാനം ചെയ്ത വരികൾ മറ്റാരെങ്കിലും ഇത്രത്തോളം നൽകിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. താങ്കളുടെ തലമുറയിൽ വേറെ തലമുറയിലുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം വേണുവൊക്കെ ഇപ്പോൾ അനുസ്മരിക്കുന്നത് പഴയ പൂജാരിയിൽ നിന്ന് ഗാനരചയിതാവായിരിക്കലും സംഗീത സംവിധായകനിലേക്കുള്ള ഒരു പ്രയാണം. എന്ത് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ? പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആസ്വാദകർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യമാണ് എനിക്ക്. എന്നേക്കാൾ അവരാണ് വലുത് എന്നുള്ള വിശ്വാസമാണ് എൻ്റെ വലുത്. അതാണ് എൻ്റെ വിശ്വാസം എപ്പോഴും. അതുകൊണ്ട് വേണുവിനെ പോലുള്ള ആൾക്കാരെ ഒക്കെ ഞാൻ ബഹുമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അവരുടെ നന്മയും എൻ്റെ ആഗ്രഹത്തിൽപ്പെട്ടതാണ്. ഒരാളും കൂടെ വരുന്നുണ്ട്. ഒരുപക്ഷെ സമാനമായൊരു ചോദ്യമാണ് അദ്ദേഹത്തിന് വരണമെന്ന് പറഞ്ഞു. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. തിരുവനന്തപുരത്ത് ശാസ്താമംഗലത്ത് നമ്മൾ വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ചു. അന്ന് കൈതപ്പുറം അമ്പലത്തിലൊരു പൂജാരിയായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം സിനിമയൊക്കെ ബന്ധപ്പെട്ട് നെടുമുടി വേണുവുണ്ട്, കാവാലൻ പത്മനാഭനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മാതൃഭൂമി ജോലി കിട്ടി കൈതപ്പുറം കോഴിക്കോടൊരു താമസം മാറ്റി. ആ ലൈഫും ഈ തിരുവനന്തപുരത്തെ ലൈഫും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത്? എൻ്റെ വളരെ ക്ലോസ് ആയ സുഹൃത്താണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ അറിവായ മുതൽക്ക് തന്നെ ജാതിയും മതമൊന്നും എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് ഈസിയെ എൻ്റെ സ്വന്തം സഹോദരനായിട്ട് ഇന്നും ഞാൻ കണക്കാക്കുന്നു. അന്നത്തെ ഒരു ജീവിതം ഭയങ്കര രസമായിരുന്നു. പിന്നെ എല്ലാ തിരുവനന്തപുരത്തെ സകല കലാകാരന്മാരും ഞങ്ങളുടെ വീട്ടിലത്തെ അന്തേവാസികളാണ്.
ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരും. ജോൺ അബ്രഹാം മുതൽക്ക് എല്ലാവരും വരും. എല്ലാവരോടും ഒരുപോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ. അന്ന് അവിടെയുള്ളവരിൽ ഞാനാണ് പണക്കാരൻ. എത്ര 400 രൂപ വരെ ശമ്പളമുണ്ട് എനിക്ക്, അത്രേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അത്രയില്ല. അതുകൊണ്ട് വേണു അടക്കമുള്ള ആൾക്കാരൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് പങ്കിട്ട് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. അതൊരു സുഖം ഇപ്പോഴും ഇല്ല. അതാണ് ഏറ്റവും മെച്ചം. ആ ഒരു സുഖം ഇല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഈ സുഹൃത്തുക്കൾ തമ്മിൽ അതും നല്ല യൗവനമുള്ള കാലഘട്ടം, ഒരുപാട് സമയം സംസാരിച്ച് പാടി ആലപിച്ച് ഉല്ലസിച്ച് നാടകം കാവാലത്തിൻ്റെ ട്രൂപ്പ് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രസാദ് സാറിൻ്റെ ട്രൂപ്പ്. നാടകമേ ഉള്ളൂ മനസ്സിൽ എപ്പോഴും. സിനിമ ഉണ്ടായിട്ടില്ല അന്ന്. സിനിമ കാണാനൊക്കെ പോവും. വേണുവിൻ്റെ കൂടെ ഞാൻ ഡബ്ബിങ്ങിനൊക്കെ കാണാനൊക്കെ പോകും. പക്ഷേ സിനിമ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടേ ഇല്ല ഞാൻ. അന്ന് നാടകം മാത്രമാണ് എൻ്റെ ഉള്ളിൽ, സംഗീതവും. പക്ഷേ പിന്നീട് ഞാൻ പ്രതീക്ഷിക്കാതെ സിനിമയിലേക്ക് വരാൻ കാരണം ഈ പ്രിയപ്പെട്ട ഈസിയാണ് കാരണം. ഈസിയാണ് ശ്രീ ഫാസിലിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നെ ഫാസിലിൻ്റെ ചിത്രത്തിലാണ് ആദ്യത്തെ വരികൾ. എന്നൊന്നും കണ്ടിട്ടില്ല അല്ലേ? അതെ. വേണമെങ്കിൽ ഞാനത് കാണിച്ചു തരാമാണ്. ഒരുപക്ഷെ ആ വരികൾ ഇപ്പോഴും ആൾക്കാർ വളരെ ഇഷ്ടത്തോടെ കരുതുന്ന വരികളാണ്. തീർച്ചയായിട്ടും. നമുക്കൊന്ന് പാടാൻ പറ്റുമോ? അത് ബാക്കി ദീപു ഏറ്റുപാടും. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം. ദേവദുന്ദുഭി സാന്ദ്രലയം. ഇത് ഞാൻ എഴുതി ദാസേട്ടൻ പാടിയ പാട്ടാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഗീതം നേരത്തെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ സിനിമാ വ്യവസായത്തിന്റെ ഉൾപ്പിരിവുകളിലേക്ക് താങ്കൾ പ്രവേശിക്കുന്നത്. ഈ ഒരു പാട്ട് അനുവാചകരുടെ മനസ്സിലേക്ക് നൽകിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയുണ്ട്. അതാണ് എനിക്കൊന്ന് താങ്കളുടെ പാട്ടുകളെ അല്ലെങ്കിൽ ഗാനങ്ങളെ വ്യത്യസ്തമാക്കിയത്. വരികളുടെ ഭംഗി, അതിൻ്റെ അർത്ഥങ്ങൾ, അത് ഒരു മഴത്തുള്ളി പോലെ നമ്മുടെ മനസ്സിലേക്ക് ചാടുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ സംഗീതം ഇങ്ങനെ കിടപ്പുണ്ട്. താങ്കളുടെ അച്ഛൻ വലിയൊരു സംഗീതജ്ഞനായിരുന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമാണെങ്കിൽ പോലും സംഗീതത്തിൽ വലിയ സമ്മർദ്ദമായിരുന്നു. എവിടെയോ താങ്കൾ പറഞ്ഞിട്ടുണ്ട്, സോപാനം എന്നുള്ള സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു താങ്കൾ പോകുന്നത്. പക്ഷേ സംഗീതത്തിൻ്റെ മുകളിൽ ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും. അച്ഛനെ പറ്റി പറയുമ്പോൾ വേറൊരു സംഭവമുണ്ട്. അച്ഛൻ ആദ്യം ചെമ്പയുടെ ശിഷ്യനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെമ്പയുടെ നിർബന്ധപ്രകാരം അതിൻ്റെ പരീക്ഷയ്ക്കൊക്കെ പോയിട്ട് പാസ്സായി. അക്കാലത്ത് മ്യൂസിക് ടീച്ചറായി. ചെറുകുന്നിലുള്ള സമയത്ത് അച്ഛന് വയനാട്ടിലേക്ക് സ്ഥലമാറ്റം കിട്ടി. അപ്പോൾ അന്ന് ഈ മലമ്പനിയെ പേടിച്ചിട്ട് അച്ഛനങ്ങോട്ട് പോയില്ല. പിന്നെ അത് കട്ടായിപ്പോയി. പിന്നെ അച്ഛന് ആ ജോലി തിരിച്ചു കിട്ടുന്നത് സാക്ഷാൽ EMSൻ്റെ കാലത്താണ്. അന്ന് അച്ഛൻ്റെ അമ്മാവൻ്റെ മകൻ ഒരു MS നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. വലിയ കമ്മ്യൂണിസ്റ്റാണ്. MS എന്ന് പറഞ്ഞാൽ EMS പോലെയാണ് വടക്ക് എന്നാണ് പറയുക. അങ്ങനെ അദ്ദേഹം കൂടി പിന്നെ നിർബന്ധിച്ചിട്ട് EMS അച്ഛന് ആ ജോലി തിരിച്ചു കൊടുത്തു. ആ ജോലിയാണ് ഞങ്ങളെ ഭക്ഷണം ജീവിപ്പിച്ചത്. ഒരാൾ വരട്ടെ. JV ജംഗ്ഷനിൽ അല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു 3 തലമുറ. ഒന്ന് മുത്തശ്ശൻ, അതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ, അത് കഴിഞ്ഞ് അടുത്ത തലമുറയായ ദീപാങ്കുരൻ. അത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളാണ്. മുത്തശ്ശൻ എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൻ്റെ മൊത്തം മുത്തശ്ശനായിട്ട് മാറി. അതുപോലെ 400-ൽ പരം ചിത്രങ്ങളിൽ പാട്ട് എഴുതിയിട്ട് അങ്ങനെ ആൾക്കാരുണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. എൻ്റെ ജ്യേഷ്ഠനേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഏട്ടൻ എഴുതി തരുന്ന പോലെ പാട്ട് വേറെ ഒരാൾ എഴുതി തന്നിട്ടില്ല. അതെന്നെ വലിയൊരു സന്തോഷമാണ്. ഞാൻ ദീപുവിനോട് ചോദിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഏട്ടനോട് ചോദിക്കാൻ പാടില്ല, മുത്തശ്ശനോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പാട്ടിൻ്റെ നിലവാരം എന്ത്, അത് എന്താണ് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത്?
ദീപു നിന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാട്ടാ. ഇളയച്ചൻ നിന്നെ കെണിപ്പെടുത്തിയത്. അത് ഈ സംഗീത സംവിധായകർക്ക് കൊടുക്കുന്ന ഫ്രീഡം പോലെ ഇരിക്കും. അവർക്ക് നല്ലൊരു സിറ്റുവേഷനും നല്ലൊരു കഥ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കലായിട്ടുള്ളൊരു തീം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാലൻറ്റിനൊന്നും ഒരു കുറവുമില്ല. മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്ക് പക്ഷേ ഒരു പറ്റുന്ന ഒരു അതായത് ഈ കാലഘട്ടത്തിലെ പാട്ടുകളെക്കുറിച്ച് ഇവൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചപ്പോൾ അവനത് എന്താ പറയുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല. അത് ഒന്നും പിടിയിട്ടില്ല. യഥാർത്ഥത്തിൽ നിൻ്റെ അഭിപ്രായം എന്താ? ഈ കാലത്തിലെ പാട്ടാണോ നല്ലത്, ആ കാലത്തെ പാട്ടാണോ നല്ലത്, ഈ കാലത്തെ പാട്ടാണോ? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ ജനിച്ച കാലം മുതൽക്കുള്ള പാട്ടുകളാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉള്ള സമയം. അതായത് 80കളിലും 90കളിലൊക്കെയുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിന് പ്രദേശിച്ചാൽ ഈ ബഹളം അട്ടി പിടി ബഹളമൊക്കെ ഉള്ള പാട്ടുകളാണ് അത് ഈ പറഞ്ഞ നല്ല മെലോഡീസ് ആയിട്ടുള്ള പാട്ടുകൾ വ്യക്തമായിട്ട് പറ. അല്ല, ഞാനതാ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ ഇപ്പോഴത്തെ പാട്ടുകളിൽ പലതും നന്നാവുന്നുണ്ട്, പക്ഷെ ചിലതൊക്കെ നന്നല്ലാന്നും ഉണ്ട്. അതില്ലാന്നും പറയാൻ പറ്റില്ല. കൈ കൊടുത്ത് പിന്നെ അമേരിക്കൻ അംബാസഡർ ആക്കാം. വിശ്വനെ മ്യൂസിക് ഡയറക്ടറാവാൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം ഈ കണ്ണകി എന്ന് പറഞ്ഞ ചിത്രം ജയരാജ് എടുക്കുമ്പോൾ ഞാനാണ് പറഞ്ഞത് വിശ്വനെ കൊണ്ട് മ്യൂസിക് ചെയ്യുന്നത്. എന്ന് വരും ദീപു വേണം പാടൂർ രണ്ടുപേര് എന്ന് പാടിയമനെ. എന്നുവരും നീ എന്നുവരും നീ എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ എൻ്റെ കിനാപ്പന്തലിൽ വെറുതെ കാണാൻ വെറുതെ ഇരിക്കാൻ വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാൻ. ഒരാൾ കൂടെ വരട്ടെ. കൈതപ്രം തിരുമേനിയുടെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത് എക്കാലത്തെയും ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷെ അത് 5 വർഷം സംഗീത സംവിധായകനായി 5 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെയൊന്ന് സംഭവിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് തിരുമേനി ഇപ്പം ഞാനടക്കമുള്ള പുതിയ തലമുറയിലെ സംഗീതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? പഴയകാല സംഗീതത്തിൽ നിന്നും ഇപ്പോഴത്തെ പാട്ടുകളിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഇല്ലാത്തത്? നമുക്ക് ഇനി എന്താണ് നമ്മുടെ സംഗീത ലോകം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? അതിലും ഇനിയും അങ്ങേക്ക് ഈശ്വരാനുഗ്രഹത്താൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? ഞാൻ ഇദ്ദേഹത്തിൻ്റെ 2 പാട്ടുകളാണ് ചെയ്തത്. ആദ്യത്തേത് ആടുപുലിയാട്ടം എന്ന് പറഞ്ഞ അതിലത്തെ ഒരു പാട്ട്, വാൾമുന കണ്ണിലെ മാരിവില്ല്. മെലഡി ഇല്ലാതെ വെറുതെ അടിപൊളി മാത്രമായൊന്നും നിലനിൽക്കില്ല. കാരണം 3 മണിക്കൂറുള്ള സിനിമയിൽ 2-3 പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ടായിരിക്കും അടിപൊളി പാട്ട്. നമ്മൾ ഗാനമേളക്ക് കേൾക്കുന്നത് ഒരു 10 അടിപൊളി പാട്ട് കേൾക്കുമ്പോഴേക്കും നമുക്കിത് മടുക്കും. മെലഡി ആണെങ്കിലോ തുടർച്ചയായിട്ട് കേട്ടാൽ നമുക്ക് മടുക്കില്ല. അതാണ് റഫീ സാഹിബും ദാസേട്ടനും ജാനകിയമ്മയും സുശീലാമ്മയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം. പിന്നെ ജോൺസണൊക്കെ എപ്പോഴും പറയും പല പാട്ടുകൾ കേട്ടാലും ഗാനമേള പാട്ട് പോലെ ഇരിക്കുന്നത്. ജോൺസണുമായിട്ട് താങ്കൾക്ക് നല്ല ആത്മബന്ധം. എത്രയോ പാട്ടുകൾ ആ കൂട്ടുകെട്ട്. തീർച്ചയായിട്ടും പണ്ട് കാലഘട്ടങ്ങളിലായിരുന്നു ഈ കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ പിന്നീട് ഇപ്പോൾ ഇവിടെ കൂട്ടുകെട്ടൊന്നുമില്ല. ഇപ്പം ചില ഉപകരണങ്ങൾക്ക് വെച്ചിട്ടുള്ള കൂട്ടാണ്. ഞാൻ വേണേൽ പെട്ടെന്ന് താങ്കളുടെ ഒരുപക്ഷെ മലയാളത്തിന് താങ്കൾ നൽകിയ നന്മകളുടെ ചിഹ്നങ്ങളെ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു കാണിക്കും. ഈ പാട്ടൊക്കെ ഒരുപക്ഷെ ആ ചിത്രത്തിൽ നൽകിയിട്ടുള്ള ഫീല്, ആ ഒരു പ്രത്യേക രംഗത്തെ അത് വേറൊരു ലെവലിലേക്ക് എടുത്തുയർത്തുകയാണ്. ഈ പാട്ട് എഴുതിയപ്പം കൈതപ്രം തോന്നിയോ അതിൻ്റെ ഒരു ഈ ചിത്രത്തിന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഇമ്പാക്റ്റ്? തീർച്ചയായിട്ടും. അന്ന് ജോൺസൺ ചൂണ്ടിട്ട് ആണ് എഴുതുന്നത് ഞാൻ. പക്ഷേ എനിക്ക് അന്നേ അറിയാം ഇതിൻ്റെ ഒരു തുടക്കം അത് സൂപ്പറായിരിക്കുന്നു. അതുപോലെ ഈ പിന്നെ അമ്പലപ്പുഴ സിമ്പിളായൊരു പാട്ടാണ്. പക്ഷേ ഞാൻ പ്രിയനോട് അന്നേ പറഞ്ഞു ഇത് സൂപ്പറായിട്ട് സംഭവമായിരിക്കും, ഇത് എന്നും നിലനിൽക്കുന്നൊരു പാട്ടായിരിക്കും. നമുക്ക് തോന്നും, നമ്മളെ കുഞ്ഞുങ്ങൾ കണ്ടാൽ നമുക്കറിയാം ഇതെങ്ങനെ ഇരിക്കുന്നു നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെയാണ്. അത് ആർക്കും ലളിതമായിട്ട് പാടാവുന്നൊരു പാട്ട് കൂടിയാണ്. തീർച്ചയായിട്ടും. അതാണ് വിട്ടാസ് പറഞ്ഞ അതാണ് ഏറ്റവും പോയിന്റ്. പാട്ടിൽ ഈ പദങ്ങൾ ദൂർത്തടിക്കേണ്ട ഒരു കാര്യമില്ല, സിമ്പിളായിട്ട് സംഭവം ആവശ്യമുള്ളൂ. ഇപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം ചൊല്ലി വന്നുവോ എന്ന് പറഞ്ഞ പല്ലവിയായി. അതുപോലെ എന്ന് വരും നീ
എൻ്റെ ഗീനാപ്പന്തലിൽ എന്ന് പറഞ്ഞ പാട്ടായി, പല്ലവിയായി. അതിന് പകരം ഇങ്ങനെ കുറേ വരികൾ പടപട അടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് ദൂർത്താണ്. അത്ര ആവശ്യമില്ല, പദങ്ങളും മ്യൂസിക്കും അത്ര ആവശ്യമില്ല. കാരണം നമുക്ക് ഇനിയും ഇനിയും പാട്ടുകൾ വേണം. ആ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും കൂടി കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഈ പാട്ടൊക്കെ കേരളത്തിലെ എക്കാലത്തെ ഹിറ്റാണ്. തീർച്ചയായിട്ടും മെലഡിയാണ്. മെലഡിയാണ്. ദീപു, വേറെ കാലഘട്ടത്തിലെ പാട്ടായത്, പക്ഷെ ഈ പാട്ടാണ് ഇപ്പോഴും തീർച്ചയായിട്ടും ആൾക്കാർ പാടുന്നത്. നമ്മുടെ റോൾ മോഡൽസ് തന്നെയാണ് ഈ പാട്ടും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും. അതെ, പത്മനാഭനെ പോലെ ഒരാളുണ്ടോ ഇന്ന്? എന്തുകൊണ്ട് ഭരതനെ പോലെ ഒരാളെ നമുക്ക് കിട്ടുന്നില്ല? അവർ ചെയ്തതെല്ലാം ചെയ്തു തന്നെ, പടമായാലും പാട്ടായാലും അവരുടെ കയ്യിലൂടെ വന്നപ്പോൾ വല്ലാത്തൊരു ആനന്ദമാണത്. ഇപ്പം വികാര നൗകിയൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് തന്നെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് തോന്നലുണ്ടാവും. കുഞ്ഞുങ്ങളൊക്കെ അതാണ് വേണ്ടത്. ഇന്ന് പരസ്പരം മത്സരിക്കുകയല്ല വേണ്ടത്, നമുക്ക് സ്നേഹിക്കുകയാണ് വേണ്ടത്. കൈതപ്രത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു വിളക്ക് മാടങ്ങളാണ് ഈ പാട്ടുകളെല്ലാം. തീർച്ചയായിട്ടും ഇങ്ങനെ ലൈറ്റ് ഹൗസ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നാട്ടുമ്പുറത്തെ ഒരുപക്ഷെ മനസ്സിൽ പറഞ്ഞ ദൃശ്യങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ഈ തിരുതാളി കല്ലൊക്കെ ഞങ്ങളെ കൈതപ്പുറത്തുള്ള പുഴയിലെ കല്ല് തന്നെയാണ്. അത്ര കൈതപ്പുറമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്ന് ഞാനും വിശ്വനും കൂടി ചെയ്തൊരു പാട്ടുണ്ട്. അത് എത്രയായാലും മറക്കാൻ പറ്റില്ല എനിക്ക്. പാടുമോ ആ പാട്ട്? കുട്ടിക്കാലം. അതെ, ആ പാട്ടൊക്കെ എന്താ പറയാ, സ്ഥിരപ്രതിഷ്ഠ നേടിയ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം. ആരെയും തൻ്റെ കുട്ടിക്കാലത്തേക്ക് നയിക്കാൻ കഴിയും. സാർ പറഞ്ഞ പോലെയാണ്, ആരെയും ഭാവഗായകനാക്കാൻ കഴിയും. മനസ്സുണ്ട്. അതാണ് വനു സാറിൻ്റെ പാട്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എൻ്റെ സിനിമാ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കൈതപ്രം. ആ വ്യക്തി മാത്രമല്ല, മുത്തശ്ശനും ദീപാങ്കുരനും എല്ലാം ചേർന്ന് കൈതപ്രം ഗ്രാമം തന്നെ എൻ്റെ സിനിമയ്ക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓരോ സിനിമ കണ്ടാലും മനസ്സിലാവും. ഗാനങ്ങളും തിരക്കഥയും സംഗീതവും അഭിനയവും എല്ലാം ചേർന്ന് ആ കുടുംബം എൻ്റെ സിനിമാ ജീവിതത്തിൽ എത്രമാത്രം വഴിത്തിരിവുകൾ ഉണ്ടാക്കിയെന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. തിരുമേനി, നമ്മൾ തമ്മിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം എന്നും ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കൈതപ്രം ഗ്രാമത്തിനോട് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു? MTയും വള്ളുവനാടും പോലെ, തകഴിയും കുട്ടനാടും പോലെ കൈതപ്രം എത്രമാത്രം കൈതപ്രത്തോട് ചേർന്ന് നിൽക്കുന്നു? ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ അമ്മയുടെ പൊൻവിരലിലെ മോതിരം പോലെയെന്ന്. അത്രയും ചേർന്ന് ഞാൻ കൈതപ്രം എന്ന നാടിൻ്റെ അമ്മയുടെ പൊൻവിരലിലെ പൊന്മോതിരം പോലെ അത്രയും ചേർന്നിരിക്കുന്നത്. അത്രയും എനിക്ക് ഇഷ്ടമാണ് എൻ്റെ നാട്, ഒരിക്കലും മറക്കാനാവാത്ത. അതുമാത്രമല്ല, പയ്യന്നൂർ മൊത്തം. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഇപ്പം വരാൻ കാരണം തന്നെയാണ്. ബ്രിട്ടാസിൻ്റെ ഒരു വിളി തന്നെ ഞാൻ സ്വീകരിക്കാനും ഇവിടെ എത്താനും കാരണം ആ ഒരു ഓർമ്മകളാണ്. ആ നാട് മനസ്സിൽ നിറച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ. തീർച്ചയായിട്ടും താങ്കൾ എഴുതാനിരിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഇല, ആ മരം, അത് ആ കല്ല്, ആ ചെടി, ആ നിരത്ത്, നാട്ടുംപുറം, ആ ചായക്കട, ഇതൊക്കെ ആയിരിക്കും താങ്കളുടെ മനസ്സിലേക്ക്. തീർച്ചയായിട്ടും അതെ. നാട്ടുംപുറത്തിൻ്റെ ഒരു സമൃദ്ധി. നമ്മൾ പറയും നഗരത്തിലാണ് സമൃദ്ധി ഉള്ളത്, നാട്ടുംപുറത്തിനാണ് സമൃദ്ധി. നന്മകളാൽ സമൃദ്ധി. നന്മകളാൽ സമൃദ്ധി. അത് ജയരാജ് കുടുംബത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എപ്പോഴും. അതെ, നമ്മുടെ മുത്തച്ഛൻ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. പഴയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നു, പഴയ വരികളും നമുക്ക് നോക്കാം. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടക്കു പോകണം. സഹന സമര ചതുരരെ സവർമരീശ ഭക്തരെ, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടക്കു പോകണം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ കനക്കൊല. ഗാന്ധിദേവനാമമേ ഗാനമന്ത്രമെന്നുമേ, പരമവന്യ പുരുഷരത്ന വിമലചരിത ശുദ്ധിമാൻ, പരമവന്യ പുരുഷരത്ന വിമലചരിത ശുദ്ധിമാൻ. ഉപ്പുകള്ളനെ ജയ, സൽപ്പുമാനെ സത്യമൂർത്തി നീ ജയ. വിജയമെങ്കിൽ വിജയവും
മരണമെങ്കിൽ മരണമോ ദക്ഷിണേന്ത്യയിൽ പ്രസിദ്ധ നേപ്പാളാണ് കേരളം. ഈ ചിരിയിലുള്ള നമ്മൾ ഗൂർഖരാണ് വാക്കുകിൽ ജലഭയം ജധിക്ക നാം ഗരുഡതുല്യ വേഗരായി സഹഗമിക്ക 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 ധീരതയെ